ഹലോ പ്ലസ് ടു മക്കളെ, നിങ്ങളുടെ റിസൾട്ട് ഇതാ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ റിസൾട്ട്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്ലസ് ടു ജേർണി എന്നുള്ള എല്ലാവരും കമൻറ്റ്സ് അറിയിക്കുക. അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കൂടെ എക്സാമിനറുടെ കൂടെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം എന്താണെങ്കിലും ഫില്ല് ചെയ്യണം. നിങ്ങളുടെ റിസൾട്ട് കൃത്യമായിട്ട് അറിയിക്കണം നമ്മൾ. ഓക്കെ മക്കളെ, 2 ഗൂഗിൾ ഫോം അവിടെ കാണാമായിരിക്കും. ഒന്ന് നിങ്ങളുടെ റിസൾട്ട് ഞങ്ങൾ അറിയിക്കേണ്ട ഗൂഗിൾ ഫോമാണ്. മറ്റേത് നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ട ഗൂഗിൾ ഫോമാണ്. രണ്ടും നിങ്ങൾ ചെയ്യുക. ഓക്കെ, പിന്നെ അനാലിസിസ് ചെയ്യാണ്. ആദ്യം നമുക്ക് ആദ്യം ഡേറ്റ നോക്കാം. എന്താണ് ഈ വർഷം ആക്ച്വലി സംഭവിച്ചത്? കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം റിസൾട്ടുകൾ ആക്ച്വലി ബെറ്റർ ആയിരുന്നു അല്ലെങ്കിൽ മോശമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നമ്പേഴ്സ് വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വിജയ ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 78.69% ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത് ഡ്രോപ്പ് ചെയ്ത് 77.81% ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ വർഷം മൊത്തത്തിൽ എക്സാമിൻ്റെ ലെവൽ അപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രോപ്പ് നമ്മൾ പ്രതീക്ഷിച്ചാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷാർപ്പായിട്ടുള്ള ഡ്രോപ്പ് ഒന്നുമല്ല, ഓൾമോസ്റ്റ് ഒരു 1% ഡ്രോപ്പാണ്. സങ്കടമായുള്ള കാര്യം തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. വിജയ ശതമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഫുൾ A+ന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. 39,000 ഡ്രോപ്പ് ചെയ്ത് 30,000 കുറഞ്ഞിട്ടുണ്ട്. ഫുൾ മാർക്കിന്റെ അതുപോലെ ഓൾമോസ്റ്റ് പകുതിയിലധികം കുറഞ്ഞിട്ടുണ്ട്. 105 ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം. ഈ പ്രാവശ്യം വെറും 41 ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 കോമ്പിനേഷനാണ് വന്നിട്ടുണ്ടാവുക. ഒന്ന്, എക്സാം നല്ല ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവാലുവേഷൻ അതിനനുസരിച്ച് എന്തൊക്കെ ഉണ്ടാവില്ല, ലിബറലായിട്ട് ആക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം, ആക്കിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അതാക്കണം എന്നുള്ള അവകാശമൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അത് ഡേറ്റ ഞാൻ പറയുകയാണ്. ഓക്കെ, കുട്ടികൾ എഴുതിയേണ്ട എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എണ്ണക്കുറവ് നിങ്ങൾക്ക് A+ലും ഫുൾ മാർക്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 ഡേറ്റ്സ് ആണ്. ഒന്ന്, മെയ് 27 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റീവാലുവേഷൻ നിങ്ങൾക്ക് തോന്നുകയാണ് ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ പരീക്ഷയിൽ നിർഭാഗ്യവശാൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് ജൂണിൽ ആ പരീക്ഷ എഴുതി പാസ് ആയിക്കോണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ 1 ഷോട്ടിൻ്റെ ക്ലാസ്സുകളും മാരത്തോണിൻ്റെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം യൂട്യൂബിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അത് യൂസ് ചെയ്ത് അത് നിങ്ങൾ ചെയ്തോണം. ഓക്കെ, അത് പോസിബിൾ ആണ്, പക്ഷെ അത് സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്താലേ അത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേറ്റ നമ്മളോട് പറയുന്നത്. ബലൻ സാർ എന്താ പറയാനുള്ളത്? പ്ലസ് ടു എക്സാം നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ടായിരുന്നു, നമ്മളോട് നിങ്ങളുടെ എക്സാം സമയത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ടഫ് ആവും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പേപ്പർ കിട്ടുന്ന ദിവസവും ഇന്നും ആയിരിക്കും നിങ്ങൾക്ക് ശരിക്കും ഫീൽ ആയിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് 1-2 മാർക്കൊക്കെ പോയി നിങ്ങൾ പ്രതീക്ഷ മാർക്കിന് പോയിട്ടുണ്ടെങ്കിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്തോളൂ, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത ഒരാളാണ്, ലൈഫ് എവിടെയും എൻഡ് ആവുന്നില്ല. 10ാം ക്ലാസ്സിന് റിസൾട്ട് വന്നു, എന്തോ സംഭവിച്ചു, +2ന്റെ റിസൾട്ട് വന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മതി, ബാക്കി ഇനി ലൈഫിൽ ഇനി നമുക്ക് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോവാം. അതേസമയം നിങ്ങൾ മര്യാദ കഷ്ടപ്പെടാതെ ഒക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ ഇനി മനസ്സിലാക്കിക്കൂടാ, ഇനി ലൈഫ് വലിയൊരു ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടാണ് കിടപ്പുള്ളത്. നിങ്ങൾ +2 നല്ല മാർക്ക് വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ ഒരു കരിയർ ഇനി ഗ്യാരണ്ടീഡ് ആണെന്ന് വിചാരിക്കരുത്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം വളരെയധികം മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് മാർക്കൊക്കെ ഇപ്പോൾ കുറവാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇനിയുള്ള നിങ്ങളുടെ മുന്നിലുള്ള കോളേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കരിയർ ആയിക്കോട്ടെ, അതിലൊക്കെ നന്നായിട്ട് പണിയെടുത്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. നന്നായിട്ട് പണിയെടുത്തില്ലെങ്കിൽ റിസൾട്ട് മോശമായിരിക്കും. അത് മാർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അതാണ് ബേസിക്കലി നമ്മൾ എപ്പോഴും നിങ്ങളോട് ട്രെയിൻ ചെയ്യാൻ നോക്കുന്നത്. എല്ലാവർക്കും പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ ചിലപ്പോൾ കഴിവുണ്ടല്ലോ, പക്ഷെ എല്ലാവരും വർക്ക് ചെയ്യുക, നിങ്ങൾ എഫേർട്ട് എടുക്കുക. അത് നിങ്ങളുടെ കോളേജിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, അത് നിങ്ങൾ എഫേർട്ട് ഇടുന്നതിനുള്ള റിവാർഡ് കിട്ടിക്കോളും. ചില മാർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഇനി ഇതൊക്കെ ഈ പഠിച്ച കുറേ കഷ്ടപ്പെട്ടില്ലേ, അതൊക്കെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. +1 +2 കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ മക്കളെ, മാർക്ക് നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾക്ക് എത്താൻ ആഗ്രഹ സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കും, അതിലൊരു സംശയമില്ല. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ചവരാണെങ്കിലും മനസ്സിലാക്കുക, ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. ഇതുകൊണ്ട് വലിയ എന്തോ കാര്യം സാധിച്ചെടുത്തു വിചാരിക്കരുത്. തീർച്ചയായിട്ടും നല്ല അച്ചീവ്മെന്റ് ആണ്, നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ റിവാർഡ് തന്നെയാണ്. പക്ഷേ ലൈഫിൽ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആക്കുക. നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടിയെന്നുള്ളതിന് തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കണം. ആ ഗൂഗിൾ ഫോമിലൂടെയാണ് അറിയിക്കേണ്ടത്. അതിൽ ബാച്ചിൽ കുട്ടിയാണ് ബാച്ചിൽ നിന്ന് കൊടുക്കണം, ബാച്ചിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണ് യൂട്യൂബിൽ നിന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനി കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.